അവയവദാനത്തിനായി വ്യാജരേഖകൾ ചമച്ചതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എറണാകുളത്ത് നിന്ന് പുറത്തുവരുന്നത്. MP, MLA, ജഡ്ജിമാർ എന്നിവരുടെ വ്യാജ സാക്ഷ്യപത്രം തയ്യാറാക്കിയായിരുന്നു തട്ടിപ്പ്. ഒരു വശത്ത് അവയവദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം നടക്കുമ്പോൾ മറുവശത്ത് ജീവന്റെ തുടുപ്പ്, അതായത് അവയവങ്ങൾ, അത് കടത്തുന്ന സംഘങ്ങൾ പിടിമുറുക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ട്. കേരളത്തിൽ അവയവക്കടത്ത് സംഘം സജീവമെന്ന് നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പല വിവരങ്ങളും പുറത്തു വന്നതാണ്. എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അവയവക്കടത്തിൻ്റെ മറ്റൊരു വെർഷൻ പുറത്തു വന്നു. ജനപ്രതിനിധികളുടെ, പോലീസിൻ്റെ, ജഡ്ജിമാരുടെയെല്ലാം വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ളൊരു തട്ടിപ്പ്. കേവലം അവയവക്കടത്തുന്നതിനപ്പുറത്ത് രാജ്യസുരക്ഷിതനെ ഭീഷണിയാകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ചട്ടങ്ങൾ മറികടന്ന് വടക്കേക്കര സ്വദേശിയായ യുവതി വൃക്കദാനം ചെയ്തത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വടക്കേക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തുടർന്നാണ് നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് കാസർഗോഡ് സ്വദേശി നജീബ്. അവയവദാനത്തിനായുള്ള വ്യാജരേഖകൾ തയ്യാറാക്കുന്നതിലെ സ്പെഷ്യലിസ്റ്റാണ് കാസർഗോഡ് സ്വദേശി നജീബ്. പ്രത്യേകിച്ച് വ്യാജ സാക്ഷ്യപത്രങ്ങൾ തയ്യാറാക്കുന്നതിൽ വിദഗ്ധൻ. രീതി ഇങ്ങനെയാണ്: പ്രധാനപ്പെട്ട ആളുകളുടെ ലെറ്റർ പാഡിൽ മാറ്റർ എഴുതി ചേർക്കും. പിന്നീട് അത് കളർ ഫോട്ടോ കോപ്പി എടുക്കും. അതിനുശേഷം ആ ഫോട്ടോ കോപ്പിയിൽ വീണ്ടും സീല് പതിപ്പിക്കും. ആ ഫോട്ടോ കോപ്പി ഒരിക്കൽ കൂടി കളർ ഫോട്ടോ കോപ്പി എടുക്കും. അങ്ങനെ അത് ഒറിജിനലായി മാറുന്നു. ഈ രേഖകളാണ് അനധികൃത അവയവദാനത്തിനായി നജീബ് ഉപയോഗിച്ചിരുന്നത്. ഇതെല്ലാം ലിങ്ക്ഡ് ആണ്, മൾട്ടിപ്പിൾ ഡിസ്ട്രിക്റ്റിലുള്ള കാര്യങ്ങളാണ്. ബട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങളിൽ അവരുടെ വ്യാജരേഖകൾ പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം ഹോസ്പിറ്റൽ അപ് ടു MPs ലെറ്റർ പാഡ് ദീസ് പീപ്പിൾ ആർ ഹാവിങ്. സോ ഇറ്റ് ഈസ് എ വെരി സീരിയസ് ഇഷ്യൂ. വി വിൽ ഗോ ഇൻ ഡെപ്ത്. ആരാണ് ഇതിങ്ങനെയുള്ള കണ്ണികൾ മുഖ്യമായിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ട്, അവരൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഞാനെങ്കിൽ നമുക്ക് എവിഡൻസ് ആണ്, കളക്ഷനാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. എറണാകുളം പള്ളിക്കരയിലുള്ള 2 സ്ഥാപനങ്ങളിലാണ് വ്യാജരേഖകൾ പ്രിന്റ് ഔട്ട് എടുത്തിരുന്നത്. സ്ഥാപന ഉടമകൾ റിമാൻഡിലാണ്. എറണാകുളത്ത് മാത്രം ഒതുങ്ങുന്ന തട്ടിപ്പല്ല നടന്നിരിക്കുന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒരു തരത്തിൽ ന്യായീകരിക്കുന്ന ഒരു ബന്ധമേ ഇല്ലാത്ത 2 ആളുകളാണ് ഗുഡ് സമാർട്ടൻ, അതായത് ഇഷ്ടദാനമായിട്ട് കമ്മിറ്റിയുടെ മുന്നിലെത്തുന്നത്. ഒരു പോലീസ് അന്വേഷിച്ചിട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു, പക്ഷേ ഹൈക്കോടതി അത് പെർമിഷൻ കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇടുന്നു. അപ്പോൾ ഹൈക്കോടതിനെ പോലും ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 5 മുതൽ 20 ലക്ഷം വരെയുള്ള ഇടപാടുകൾ നജീബ് നടത്തിയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നജീബിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. നജീബിന്റെ ഉടമസ്ഥയിലുള്ള മെഡിക്കൽ ടൂറിസം സ്ഥാപനത്തിൽ വിശദമായ പരിശോധന നടത്തും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെയാണ് അവയവക്കടത്ത് സംഘം ചൂഷണം ചെയ്യുന്നത്. പലപ്പോഴും ഇവരുടെ അവയവങ്ങൾ കൈപ്പറ്റിയ ശേഷം പണം കൊടുക്കാതെ കടന്നുകളയുന്ന സാഹചര്യങ്ങളുണ്ട്. സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരം ചൂഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.